ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലാൽബാഗിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ പ്രേംനാഥ് ഘോഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ഈ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ചേട്ടൻ കുറച്ച് ദിവസമായി നമ്മളെ വിളിക്കണത്. അപ്പോൾ ഇന്നലെയാണ് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ എന്തായാലും അടിപൊളി വീടൊക്കെ തന്നെ ഉണ്ട്. നല്ലൊരു വില്ലേജിൽ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഈ ചേട്ടനിപ്പോൾ പശുവിനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. പശുവിനൊക്കെ ഇറക്കണയൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു 3 ദിവസം 4 ദിവസം ഉണ്ടാവും. അപ്പോൾ ഈ ചേട്ടൻ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മളപ്പോൾ ഒരു 3 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് കുറേ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. ഈ വീടിൻ്റെ ചുറ്റുവട്ടങ്ങൾ മൊത്തം കാണാനായിട്ട്. ഇതിൻ്റെ പുറത്തോട്ടൊക്കെ ആണെങ്കിലും കാഴ്ചകൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെയുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ വീടും അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകളും പിന്നെ ഇതിൻ്റെ ചുറ്റുപാടുള്ള കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയിട്ട് എന്തായാലും വീഡിയോ ചെയ്യണമായിരിക്കുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഷെഡ് എന്ന് പറഞ്ഞാൽ പശുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചെടിയെല്ലാം വെട്ടി കൊണ്ടുവന്നിട്ട് ഇതിനകത്തിട്ട് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടാണ് പശുവിനെല്ലാം കൊടുക്കണത്. എന്തായാലും അടിപൊളിയാണ്. കുറേ കാഴ്ചകൾ നമുക്കിനി കാണാനായിട്ടുണ്ട്. അതെ, ആ कटिंग के बाद खाना देगा। हाँ, वो कटिंग करेगा वो। हाँ, जब कटिंग करेगा तब उसको करना वीडियो। हाँ മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും പശുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതാണ് പുള്ളിക്കാരൻ്റെ ഫാദർ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛനാണ് കൂടുതൽ പശുക്കളെയൊക്കെ നോക്കണം. പശു മാത്രമല്ല കേട്ടോ, ആടുണ്ട് ഇവിടെ. കുറേ ആട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസനെ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ആ മിഷൻ്റെ ഷെഡ് കണ്ടായിരുന്നല്ലോ, അവിടെയാണ് എടുത്ത് വെക്കണത്. അതുപോലെ തന്നെ ഇതാണ് വീട്. ഇപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ നേരെ കയറുമ്പോൾ തന്നെ ഉള്ള ഒരു റൂമിലാണ്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് മഞ്ഞൊരു വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാലും നല്ല രസമാണ് കാഴ്ച കാണാനായിട്ട്. വീടിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ അവിടെയാണ് വഴി വന്നത്. ആ വഴിയിലൂടെയാണ് നമ്മൾ പുറത്തേക്കെല്ലാം പോകാനുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ചുറ്റുപാട് നോക്കണമെങ്കിലും അറ്റത്തായിട്ട് പണ്ടത്തെ ഒരു ഗോപുരമൊക്കെ കാണാം. അപ്പോൾ പഴയ ഏതോ മന്ദിരമൊക്കെ ആയിരിക്കുള്ളൂ. പഴയ കാലഘട്ടത്തിലുണ്ടായ ഒരു മന്ദിരം തന്നെ ആയിരിക്കുള്ളൂ. അതിൻ്റെ ഇപ്പോൾ അവിടെ ആരും ഇല്ല, മൊത്തം കാട് പിടിച്ച്. അങ്ങോട്ടൊന്നും ആരും പോകാനായിട്ട് ഉള്ള വഴി പോലും ഇല്ലയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വൈകുന്നേരമൊക്കെ സമയങ്ങളിൽ അങ്ങോട്ടൊക്കെ പോയി എന്തായാലും നോക്കാം. അപ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ ഇങ്ങനെ ഓരോ കോണ്ടാക്ട് കിട്ടിയിട്ട് ഓരോ ഗ്രാമങ്ങളിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ട് ഒരാൾക്കാരോട് സംസാരിക്കുമ്പോൾ കിട്ടണതിൽ കൂടുതൽ അറിവും കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഇതേപോലെ ഓരോ വീടുകളിലൊക്കെ വന്ന് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കണ വീടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു കൺസ്ട്രക്ഷനാണ് കേട്ടോ. ചാണാനും അതുപോലെ തന്നെ ചെളിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കണ ഒരു വീടാണ്. ആ വീടിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കണത്. എർത്ത് ബാഗൊക്കെ വെച്ചിട്ട് ചെയ്തേക്കണ ഒരു വീടാണ്. കണ്ട എർത്ത് ബാഗൊക്കെ വെച്ചിട്ട് ചെയ്യണോണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വീതിയും കണ്ട ഇത്രയും വീതിയുണ്ട് ഓരോ മതിലിനും. അതുപോലെ തന്നെ ഇതാണ് ഉള്ളിലോട്ട് കയറുമ്പോഴേക്കും. ഇപ്പം ഇതൊക്കെയാണെങ്കിലും ഇതെല്ലാം മണ്ണുകൊണ്ട് ചെളിയിലാണ് കേട്ടോ. ചെളി കൊണ്ട് സ്ട്രോങ് ആക്കി നിർത്തിയേക്കണേ. 2 ഫ്ലോറാണ് ഈ വീടിനകത്ത് വന്നത്. ഇപ്പം ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നിട്ടൊക്കെ ഉണ്ടായത്. ഇതാണ് നമ്മുടെ റൂം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പശുത്തൊഴുത്തിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു കുളമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു കുളമാണ്. ഇപ്പോൾ കുളത്തിലേക്ക് ഈ വഴി വേണം പോകാൻ. ഇപ്പോൾ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ മഴ പെയ്തുകൊണ്ട് ഇവിടെ ചെറുതായിട്ട്
വെള്ളവും ചെളിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ അവിടെ പോയിട്ട് പുല്ലൊക്കെ പറിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത്. നല്ല രസമുണ്ട് കേട്ടോ ഈ കുളത്തിൻ്റെ ഇവിടെ വന്നിരിക്കാനായിട്ട്. ഇവിടെ ആണെങ്കിൽ ഒരു മരമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഭാഗത്ത് തണലുണ്ട്. അപ്പോൾ ഈ തണലത്തിരുന്നിട്ട് കുളമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഈ വഴി ചെറുതായിട്ടൊരു കുളത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളെത്തിപ്പെട്ട് അടിപൊളി സ്ഥലത്ത് തന്നെയാണ്. അപ്പം ഇനി ഒരു 3-4 ദിവസത്തേക്ക് നമ്മളിവിടെ ഇരിക്കാൻ നേരത്താണെങ്കിൽ നമുക്ക് വലിയ ബോറടിയൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇവിടെയൊക്കെ കറങ്ങി നടക്കാം. അതുപോലെ തന്നെ ഈ ചേട്ടൻ നമ്മളെ കുറേ സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത് ഇന്നൊരു ദിവസം നീ മൊത്തം മച്ചിലി അപ്പോൾ ഇതിനകത്ത് വലിയ വലിയ മീനുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പരമാവധി ചൂണ്ടിടാൻ പറ്റുമെന്നും കൂടി ചോദിച്ചു നോക്കാം. ചൂണ്ടിടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം ചൂണ്ടയൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കാം. ഈ ചേട്ടൻ പറഞ്ഞാൽ ഇന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് പറഞ്ഞത്. നാളെ നമുക്ക് ഇവിടെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളും അതുപോലെ തന്നെ കുറേ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് പുല്ല് കട്ട് ചെയ്യാനായിട്ടുള്ള മിഷൻ്റെ ഒറ്റയ്ക്ക്. അപ്പോൾ നമുക്ക് പുല്ല് കട്ട് ചെയ്യാൻ എന്തായാലും കണ്ടുപോകാം. ഇതിപ്പോൾ ആദ്യം തന്നെ എല്ലാ ദിവസവും തുടക്കത്തിൽ തന്നെ ബ്ലേഡൊക്കെ മുറിച്ച് വെക്കും. ഇതാണ് അതിൻ്റെ ബ്ലേഡ് വന്നത്. ഇത് മൊത്തം ഒരു കെട്ടാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുന്നു. നേരെ മോട്ടർ ഓൺ ചെയ്തിട്ട് ആ ബ്ലേഡ് കറങ്ങുമ്പോഴേക്കും പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അപ്പുറത്തോട്ട് കട്ട് ചെയ്ത് വരും. ഇവിടെ നിൽക്കാനായിട്ട് മേത്തോട്ടൊക്കെ ഇറച്ചി തന്നെ ഉണ്ടല്ലോ. ഇത് ഒരു ദിവസത്തേക്ക് കൊടുക്കാനായിട്ടുള്ള പുല്ലാണ് ഇപ്പോൾ ഉണ്ടാകുക കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് യൂസ് ചെയ്യണമെങ്കിൽ രണ്ടുപേർ തന്നെ എപ്പോഴും ആവശ്യമുണ്ട് കേട്ടോ. കാരണം ഒരാൾ പൊക്കത്തുനിന്ന് അത് വെച്ച് കഴിയുമ്പോഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് അടിക്കും. അപ്പോൾ ആ ഓരോന്ന് തീരണം അനുസരിച്ചിട്ട് പെട്ടെന്നോട്ടും തീരണുണ്ട്. അപ്പോൾ ഒരാൾ താഴ്ത്തുനിന്ന് കെട്ടി വെച്ചതെല്ലാം നേരെ എടുത്ത് അതിനകത്ത് വെക്കും. രണ്ടുപേരുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ പരിപാടിയെല്ലാം കഴിയാണ്ട്. പശുവിനാണെങ്കിൽ നല്ല എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മാത്രമായിട്ടല്ല, ഇതിനകത്തും ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കാടി പോലെ റെഡിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവിടെ ഇത്രയുമായി ഇത്ര നേരം കൊണ്ട് ഇനി തീർന്നിട്ടില്ല. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ളതാണ് ഇവർക്കുള്ളത്. അങ്ങനെ മൊത്തം ഇന്ന് വെട്ടിക്കൊണ്ടുവന്ന പുല്ലും അതുപോലെ തന്നെ ആ ചെടികളെല്ലാം മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയുമാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഫുഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡെയിലി രാവിലെ ഇതേപോലെ തന്നെ പോയി ഇതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഒപ്പം വൈക്കോലും മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഇത്രയും പശുക്കൾക്ക് കൊടുക്കാനായിട്ട്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, അത്യാവശ്യം പശുക്കളുണ്ട് ഇവിടെ. പിന്നെ ഇവിടുന്ന് കുറച്ചൊരു 4-5 എണ്ണത്തിന് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആടാണെങ്കിൽ ഇവിടെ ശാന്തതയോടുകൂടി നിൽക്കണേ. ഇന്ന് കറന്നെടുത്ത പാല് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാത്രത്തിലുണ്ട്, അതുപോലെ തന്നെ വലിയ 2 പാത്രത്തിൽ നിറയെ പാല് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കറന്നെടുത്ത പാല് കൊടുക്കാൻ വേണ്ടി പോകണതാണ്. പാല് ഇപ്പോൾ ആ ചേട്ടനൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നമ്മളിവിടെ നിന്ന് അടുത്തുള്ള
സൊസൈറ്റിയിലാണ്, എവിടെ കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ആ നമ്മൾ പാല് കൊടുക്കാൻ വേണ്ടി പോണ വഴികളാണ് കാണുന്നത്. നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ പാല് കൊടുക്കാനായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട് കാണുന്നതിൻ്റെ താഴെയുള്ളൊരു സ്ഥലത്താണ് പാല് കൊടുക്കണത്. ഇവിടെ നിന്ന് നേരെ പാലായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ആദ്യം തന്നെ ബക്കറ്റിലേക്ക് ഒഴിച്ച് ഇതെന്ന് പറഞ്ഞാൽ 6 കിലോ 6.450 6.490. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ സാമ്പിൾ എടുക്കും. দিয়ে তোমার ওখানে কি করে ওই কল্যাণের একটা বন্ধু পরিচিত, ও সাইকেল ঘুরে বেড়ায়। আমি സാമ്പിൾ എന്നിട്ട് നേരെ সাইকেলে এসেছিলাম বাড়ি, দিয়ে সেই থেকে ওই বন্ধুটার সঙ্গে পরিচয়, তো বলে যে এই ছেলেটা അപ്പോൾ സാമ്പിൾ എടുത്ത് അവിടെ കൊടുത്തുള്ളൂ. അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ ചേട്ടൻ ചെക്ക് ചെയ്തിട്ട് അവിടെ ഇതിനകത്തൊക്കെ എഴുതും. ഡയറിയിലെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ പോയിട്ടിന് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണം. അങ്ങനെ രാവിലെ തന്നെ നമ്മളെ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ ഒരു മന്ദിരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മന്ദിറിലേക്ക് വന്നേക്കണാണ്. അപ്പോൾ കുട്ടൂസനെ എടുത്തിട്ട് ഇതാണ് ആ മന്ദിർ. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞാൽ അടുത്താണെന്ന് പറയുമ്പോൾ, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട സൈക്കിൾ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ എത്തിയ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ടാണെങ്കിൽ. കുട്ടൂസൻ നമ്മളിവിടെ വെച്ചിട്ട് ഇതാണ് മന്ദിറിൻ്റെ ഭാഗം. ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാബനെയൊക്കെ കാണാം. അതുപോലെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു പ്രതിഷ്ഠയാണ്. ഇപ്പോൾ പുറകിലായിട്ടൊരു അമ്പലക്കുളമുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇപ്പോൾ അപ്പുറത്തെല്ലാം പുതിയൊരു മന്ദിർ പണിയാനുണ്ട്. നമുക്ക് പഴയ ഒരു പ്രതിഷ്ഠ ഉണ്ടായി ഇവിടെ, പഴയ ഒരു പ്രതിഷ്ഠ കാണാനായിട്ട് നല്ല രസമുണ്ട്. ആ ഒരു ഗോപുരമൊക്കെ കാണാനായിട്ട് പഴയ ഒരു ഗോപുരത്തിനകത്ത് പേരാൽ വന്നിട്ട് ഫുള്ള് വേരെല്ലാം പിടിച്ചിട്ട് ആ ബിൽഡിങ്ങിന് താങ്ങി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പേരാലാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ശിവലിംഗം, അതുപോലെ തന്നെ പുറകിലൊരു ശിവൻ്റെ രൂപമല്ല. പിന്നെ ഇപ്പുറത്ത് ഇപ്പോൾ അതേപോലെ തന്നെ പഴയ ഗോപുരത്തിൻ്റെ ബാക്കിയെല്ലാം ഉണ്ടായതാണ്. അപ്പം ഇതെല്ലാം പൊളിഞ്ഞ് ഇവിടുത്തെ ഒരു ഗോപുരം മാത്രം ഫുള്ള് പേരാലിൻ്റെ പ്രൊട്ടക്ഷനിലാണ്. അപ്പോൾ ഇനി എത്ര നാൾ കഴിഞ്ഞാൽ ഇത് വീഴാനായിട്ടുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ഈ മരത്തിൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വേരുകളാണ് പിടിച്ച്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ ചായക്കടയിൽ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നാണ്, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോഴേക്കും ഇവിടുത്തെ ലോട്ടറി, ഇവിടെ ആണെങ്കിൽ എല്ലാവരും ലോട്ടറി എടുക്കൽ ഇത്തിരി കൂടുതലാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ ഇവിടുത്തെ ലോട്ടറി എന്ന് പറഞ്ഞാൽ നാഗാലാൻഡ് സ്റ്റേറ്റ് ലോട്ടറിയാണ് ഇവിടെ വന്നത്, ഡിയർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു കുടയൊക്കെ കാണാൻ പറ്റണം, അതൊരു ലോട്ടറിക്കാരൻ്റെ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്, 6 രൂപയാണ് ഒരു ലോട്ടറിയുടെ റേറ്റ് വന്നത്. ഫസ്റ്റ് പ്രൈസ് 1 കോടി. അതുപോലെ തന്നെ ഇങ്ങനെ ബുക്കായിട്ടാണ് വന്നത്. ഇപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ 50 എണ്ണത്തിന് അപ്പോൾ 300 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ. എല്ലാം ഒരു നമ്പർ തന്നെ, സീരീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കെട്ടാണ്. അപ്പോൾ കുറേ പേരാണ് ഇവിടെ നിന്ന് ലോട്ടറി എടുക്കുന്നത്. കുറേ ലോട്ടറിക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഈ ചേട്ടൻ ഇവിടെ 2-3 സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വണ്ടിയിലാണ് ഇതിനവിടെ റിസ്കിലാണ്.
അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ദഹ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മളിവിടെ ഒരു ആശ്രമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആശ്രമം കാണാൻ വേണ്ടി വന്നേക്കണം. നല്ല രസമുണ്ട്. ഇവിടെ കുറേ പേര് വരാറുണ്ട്. ഇവിടെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണെന്നാണ് പറഞ്ഞത്. ഓ ചപ്പൽ ഇത് ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് വേണം. അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഈ ആശ്രമം കാണാനായിട്ട്. കയറി വരുമ്പോൾ തന്നെ നടക്കാനുള്ള വഴി, അപ്പുറം ഇപ്പുറം പൂന്തോട്ടം, അതുപോലെ തന്നെ നേരെ കയറി ചെല്ലണം എന്ന് പറഞ്ഞ ആശ്രമമാണ്. അപ്പം അവിടെ जगत बंधु धाम ജഗത് बंधुधाम ബന്ധുത. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ആശ്രമം അവിടെ പ്രതിഷ്ഠയൊക്കെ ഒരു ഫോട്ടോ പോലെ വെച്ചിട്ടുണ്ട്. हरे कृष्ण कीर्तन हरे ആ कृष्ण അപ്പം നമ്മൾ ഈ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി സൈഡിൽ കൂടി പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ കുറേ താമസിക്കാൻ പറ്റിയതായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ അവിടെ ഇവിടെയൊക്കെ not വെച്ചേക്കുന്നതാണ്. married ആ not married സന്യാസി അപ്പം നമ്മൾ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ആശ്രമത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു കുളം കാണാം. നല്ല രസമുണ്ട് ഈ കുളം കാണാനായിട്ടാണെങ്കിൽ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ വന്നിരിക്കാനായിട്ടും നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ഇവിടെ ഒരു കുളത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിൽ കൂടി ഇറങ്ങി നോക്കാം. ഇവിടെ മീനുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആശ്രമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇപ്പോൾ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണതാണ്. ഇപ്പോൾ ഈ ഇറങ്ങണ ഭാഗത്ത് തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് പാൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്, പാൽപ്പേടയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നേർച്ചയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരി ഉണ്ട്. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഇവിടെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് നേർച്ച കൊടുക്കണ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇത് മേടിച്ച് കഴിക്കാനാണെങ്കിൽ കുറേ പേര് കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലായിടത്തും ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടിട്ട് നല്ല രസമാണ്. പെട്ടെന്ന് തന്നെ ഗേറ്റൊക്കെ തുറന്നു വരും. നമ്മൾ പുള്ളിക്കാരൻ്റെ ഒരു വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേട്ടൻ്റെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചായക്കടയിൽ നിന്ന് ഈ ചേട്ടനെ പരിചയപ്പെട്ടിട്ട് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും മഞ്ഞ വഴിയുണ്ട്. ഈ വീടിൽ നിറയെ പശുക്കളാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കാണുന്ന വീടാണ്. അതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട്. ഓ ഈ വഴി നേരെ കയറണ വീട്ടിലേക്ക്. അതുപോലെ തന്നെ ചുറ്റുപാട് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അനീച്ചൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു തക്കാളിൻ്റെ സീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട് മോനെ. അതായത് ഇപ്പോൾ ഇതേപോലെ ചെറിയ ഒരു ബെഡ് പോലെ സെറ്റാക്കിയിട്ട് അതിനകത്ത് തക്കാളിയുടെ വിത്തിട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് വൈക്കോലിട്ട് വൈക്കോലിനകത്ത് വെള്ളം നനച്ച് വെക്കും. അതാകുമ്പോൾ പിന്നെ നല്ലൊരു നനവുണ്ടാവണ്ട. അത് ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ വൈക്കോലെടുത്ത് പയ്യെ മാറ്റിയിട്ട് ചെറിയ ഇപ്പം എന്തായാലും അടിപൊളിയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വളരുന്ന വരെ ഇവർ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് മൂടിയിട്ട് വളർച്ച എത്തിക്കഴിയുമ്പോഴേക്കും മാറ്റി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യും. അപ്പോൾ നല്ല വിളവായിരിക്കും കിട്ടണ. പെട്ടെന്ന് തന്നെ ചെടിക്ക് വളരാൻ വേണ്ടി എല്ലാം സാധിക്കും. അങ്ങനെ ഇപ്പോൾ സമയം വൈകിട്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു അടുത്തൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണതാണ്. ഹസദ്വാരി ഹസദ്വാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ
King Sirajullah Palace. ആ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നല്ല രസമുണ്ട്. ഇപ്പോൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കണേ കൊണ്ട് തന്നെ നല്ലൊരു ശാന്തതയാണ് മൊത്തത്തിൽ. ഇപ്പോൾ ഇവിടെ രാവിലെ തൊട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് കുറേ പേരെ പരിചയപ്പെട്ടായിരുന്നു ഈ ഗ്രാമത്തിൽ. ഇവിടെയുള്ള എല്ലാവർക്കും നമ്മളെ അറിയാം, നമ്മുടെ കുട്ടൂസിനെ എല്ലാവർക്കും പരിചയമായി. ഇനിയിപ്പോൾ ഈ വൈകുന്നേരം അവിടെയും കൂടി പോയി വന്നിട്ട് ഇന്ന് നമ്മൾ വലുതായിട്ട് കറക്കൊന്നുണ്ടാവില്ല. അപ്പോൾ ഇതാണ് പ്രേംനാഥ് ഘോഷ് എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കണത്. അസദ്വാരി ആ അപ്പോൾ അസദ്വാരിയിലേക്കാണ് നമ്മൾ പോകണത്. അപ്പോൾ അവിടെ പോയി താങ്ക് യു. അപ്പോൾ അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന് വേറെ ഒന്നും പോകാനായിട്ട് ചാൻസ് ഇല്ല. കാരണം ഇന്ന് ഇപ്പോൾ സമയം 4 മണിയാവും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വരാൻ നേരത്ത് 7 മണി 8 മണിയാവും. പിന്നെ നമ്മൾ നാളെ ആയിരിക്കുള്ളൂ അടുത്ത കുറച്ച് സ്ഥലങ്ങൾ പോകണം. അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. മറ്റന്നാളും കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ആയിരിക്കുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് ഫറക്കയിലേക്ക് പോകണം. ഫറക്കയിൽ ഒരു മലയാളീനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ റിപ്ലൈ തന്നെയാണെങ്കിൽ നമുക്ക് നേരെ ആ പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് പോണതും ഇവിടെ കുറേ റിവർ ക്രോസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഇതുപോലെ തന്നെ ഒരു റിവർ ക്രോസ്, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് 2 കിലോമീറ്റർ കഴിയുമ്പോഴുള്ള റിവർ ക്രോസിലാണ് ക്രോസ് ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ നമ്മൾ വേറെ വഴിയിൽ എത്തിയിട്ടൊരു റിവർ ക്രോസിങ്ങിലാണ്. അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആ മഞ്ഞ ബിൽഡിംഗ് ഉണ്ടാവും, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ കുട്ടൂസനും ആ ചേട്ടനും അതുപോലെ തന്നെ വേറൊരു പുള്ളിക്കാരനും മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ചങ്ങാടത്തിൽ കയറിയിരിക്കണത്. പിന്നെ കുറച്ച് പേരും കൂടി വരാനുണ്ട്. അപ്പോൾ കുറച്ച് പേര് വന്നു കഴിഞ്ഞിട്ട് ഈ ചങ്ങാട് ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ നമ്മൾ പോകാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ മഞ്ഞ കളറിലെ ബിൽഡിങ് ഓക്കെ ഹസർദ്വാരി എന്ന് പറഞ്ഞാൽ ആ സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ കുട്ടൂസിനെ കയറ്റി വെച്ചിട്ട് അധികം വരുന്നുണ്ടാവില്ല. ഇപ്പം ഈ സമയം കൊണ്ട് ഇപ്പോൾ 4 മണിയാണ് സമയം. ഈ 4 മണി സമയത്ത് റിവർ ക്രോസിങ്ങിന് ഇതേപോലെ തന്നെ 5 6 പേരൊക്കെ ആയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. ഇപ്പം അപ്പുറത്തും ഒരു കടത്ത് കാണാം, അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഇവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഒരെണ്ണം അവിടെ നിന്ന് വരും. അങ്ങനെയാണ് ഇവർ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചങ്ങാടത്തിൽ കയറി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തൊരു ചങ്ങാടം കിടക്കണ്ട, അത് കിടക്കണോണ്ടിട്ട് നമുക്ക് ഇപ്പുറത്തൊരു ലാൻഡിങ് ബോട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ അടുപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഇറങ്ങാറ്. അങ്ങനെ നമ്മളിപ്പോൾ ഓരോ ഉള്ളുവഴികളിലൂടെയൊക്കെ കയറി നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഒരു ഗംഗാസ് എന്ന് പറയുന്ന റിവറിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ നേരെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സമയം ഇപ്പോൾ 4 മണി കഴിയുമ്പോഴേക്കും ഇവിടെ ക്ലോസ് ആയി. അപ്പോൾ ക്ലോസ്ഡായി. അപ്പോൾ ടിക്കറ്റൊന്നും എടുത്തില്ല. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ പുറത്തുകൂടിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ നാളെ നമ്മളെന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നാളെ നമ്മൾ സമയം കിട്ടുമ്പോഴേക്കും ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമായിരിക്കും. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ വലിയൊരു വാള് പോലത്തെ ഒരു ബിൽഡിങ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അകത്തേക്ക് കാണുന്നതാണ് ഈ ഹസർദ്വാരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് മ്യൂസിയത്തിനകത്ത് നമ്മൾ വിക്ടോറിയ മെമ്മോറിയലുള്ള പോലെ തന്നെ കുറേ വെപ്പൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്തായാലും ഇവിടെ എത്തിപ്പെട്ട് ഇവരെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ പോയെങ്കിൽ ഇപ്പോൾ ഇതൊന്നും കാണാൻ വേണ്ടി പറ്റൂലായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയാണ്.
ഇതിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് കാണുമ്പോഴാണ് വളരെ നല്ല വലിപ്പത്തിലാണ് ഇതെല്ലാം ഈ ബിൽഡിങ്ങുകൾ. ഓരോ ജനലുകളാണെങ്കിലും വാതിലുകളാണെങ്കിലും തന്നെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെയാണ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ താമസിച്ചിട്ട്. ശരി, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന സമയത്ത് സൈഡിൽ തന്നെ ആയിട്ടൊരു വലിയ പീരങ്കിൻ്റെ കുഴൽ പോലത്തെ ഒരു സാധനം കാണാം. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായി, ബോർഡ് മാഞ്ഞു പോയി. ഇപ്പോൾ പണ്ടത്തെ യുദ്ധത്തിന് ഉപയോഗിക്കണ സാധനം തന്നെയാണ് എന്തായാലും. അങ്ങനെ ഇവിടെ ഇപ്പോൾ സമയമായപ്പോഴേക്കും മേളിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ ഇറക്കി അവിടെയൊക്കെ ക്ലോസായി. ഇപ്പോൾ സെക്യൂരിറ്റികളെല്ലാം കയറൊക്കെ കെട്ടി. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. 5 മണിയൊക്കെ ഇപ്പോൾ തന്നെ ക്ലോസാക്കി. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 സൈഡിൽ ഇതേപോലത്തെ സിംഹങ്ങളെ കണ്ടിട്ടാണ് കയറി വരുമ്പോൾ തന്നെ. എന്തായാലും ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം തന്നെയുണ്ട്. പിന്നെ നാളെ നമ്മൾ ഇതേപോലെ തന്നെ ഇവിടുത്തെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളുണ്ടെന്ന് പറയാം. അപ്പോൾ അവിടെ എല്ലാം പോയി ഓരോ ദിവസങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ ഉണ്ട്. ആ വീഡിയോകളൊക്കെ ആയിരിക്കുള്ളൂ നിങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കും. അപ്പോൾ ഇതാണ് ഈ പാലസിൻ്റെ ഫുള്ള് ഹിസ്റ്ററിൻ്റെ ഒരു ബോർഡ്. ഇവിടെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും പിന്നെ ബംഗാളിലും 3 ബോർഡുകൾ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ബംഗാളിലെ ഉള്ളിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഗംഗാസ് റിവറിൻ്റെ സൈഡിൽ കൂടിയാണ്. അത് ഹുഗ്ലി റിവറാണ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഗംഗാസ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഗംഗയുടെ ഒരു ചെറിയൊരു ബ്രാഞ്ചാണ് ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നത്. ഈ വീടുകളുടെ ബാക്കിലായിട്ട് പോകുന്ന റിവർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഫുള്ള് പാടങ്ങളാണ്. അങ്ങനെ നമ്മൾ വന്നിപ്പോൾ വെൽക്കം ജിയാഗഞ്ച് അസിംഗഞ്ച് മുനിസിപ്പാലിറ്റി അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ടോ ഇപ്പോൾ ഈ ബംഗാളിലെ ഓരോ വില്ലേജിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ നേരത്ത്. ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാലും ബംഗാളിലെ മുർഷിദാബാദ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലൂടെയാണ്. മുർഷിദാബാദ് ഡിസ്ട്രിക്റ്റിലെ ലാൽബാഗ് ജഗഞ്ച്, മുർഷിദാബാദ് ഡിസ്ട്രിക്റ്റിലെ ജിയാഗഞ്ച് സിറ്റിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ മെയിനായിട്ടുള്ള സിറ്റി തന്നെയായിരുന്നു. അത് കാരണം കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാം. জ্যোৎস্না মেডিকেল হল, সৌদগঞ্জ জিয়াগঞ্জ মেন রোড, জিয়াগঞ্জ মুর্শিদাবাদ। সৌদগঞ্জ জিয়াগঞ্জ মেন রোডে জ্যোৎস্না মেডিকেল হলে প্রতি মাসের 15 দিন অন্তর সোমবার বেলা 2:30 അപ്പോൾ ബംഗാളികളുടെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണല്ലോ. അപ്പോൾ ഈ ചേട്ടൻ അതുപോലെ തന്നെ
അപ്പോൾ നമ്മൾ കറങ്ങാൻ നേരത്തെ ചേട്ടൻ വന്നിട്ട് നമ്മൾ സ്വീറ്റ്സ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഒരു കടയിലേക്കാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഗുലാബ് ജാം, അതിനെ ഗുലാബ് ജാമുൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് ബ്ലാക്ക് കളറിൽ. ചനവട. അപ്പോൾ അത് പന്തുവ ചനവട. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ ഒരു സാധനമാണ് രസഗുള. ചംചം മാൽപ്പുവ. അപ്പോൾ ചംചം മാൽപ്പുവ എന്ന് പറഞ്ഞ ഒരു സ്വീറ്റ് ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ബംഗാളിൽ എല്ലായിടത്തും ഭയങ്കര ഫേമസ് ആണ് എല്ലാ സ്വീറ്റ്സും. അപ്പോൾ ഇവിടെ കുറേ തരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ട്. ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. ആ ജിലേബി ലൈവായിട്ട് ചൂടോടെ ഉണ്ടാക്കി എടുക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ബ്രോ നമ്മുടെ സൈക്കിളിൽ നിന്ന് ചാനലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓ ഞാൻ അർജിത്ത് മുർഷിദാബാദ്. അപ്പോൾ ഇവിടെ തന്നെയുള്ളതാണ്. അർജിത്ത് എന്നാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് സമൂസ പറഞ്ഞിട്ടുണ്ട്. സമൂസ എന്ന് പറഞ്ഞാൽ സിംഗാര എന്നാണ് ബംഗാളിൽ പറയണത്. അപ്പോൾ ചെറിയ സമൂസ ആയിരിക്കും, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ സമൂസ കഴിച്ച് കഴിഞ്ഞോളൂ. സമൂസ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പാൻതുവ എന്നാണ് പേര്. ഗുലാബ് ജാമുൻ പോലെ തന്നെ ഉണ്ട്. എൻ്റെ പേര് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചു നോക്കാം. ഇവിടെ ഗുലാബ് ജാമുൻ പോലത്തെ കുറേ ഒരു 5-8 ടൈപ്പ് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഈ സാധനം കൊള്ളാം. അപ്പോൾ ഇത് കൊള്ളാം. ഇത് കുറച്ചും കൂടി ലൈറ്റാണ് ഗുലാബ് ജാമുൻ വെച്ചിട്ട്. ഗുലാബ് ജാമുൻ കുറച്ചും കൂടി മധുരം കൂടുതലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രീറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയിട്ട് അടുത്ത റിവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് വേണം ഇനീച്ചാൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ മുതൽ ഓരോ റിവർ ക്രോസ്, ഇന്നലെ കയറിയ റിവർ ക്രോസ് വേറെ സൈഡിൽ നിന്നായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നത് വേറെ സൈഡിൽ നിന്നുള്ള റിവർ ക്രോസിങ്. ഇപ്പോൾ പോണതും നമ്മളിപ്പോൾ ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടുള്ള റിവർ ക്രോസ് ആണ് ഇവിടെ. ഇവിടെ നിന്ന് കയറിപ്പോയിട്ട് അപ്പോൾ അടുത്ത റിവർ ക്രോസിങ് വന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ചങ്ങാടത്തിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇത് അപ്പുറത്തെത്താൻ നേരത്തെ അപ്പുറത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇപ്പുറത്തോട്ട് ക്രോസ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഗംഗാസ് ക്രോസ് ചെയ്യണം എല്ലായിടത്തും ഇങ്ങനെ ഫെറി കെട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ കുറേ ഫെറി കെട്ടുകളുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫെറി കെട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാണ് എക്സിറ്റ് വഴി വരുന്നത്. അപ്പോൾ ബംഗാളിൽ പരിചയപ്പെടുന്ന എല്ലാവരും വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നതെല്ലാം. അങ്ങനെ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാലും മുർഷിദാബാദ് ഡിസ്ട്രിക്റ്റിലെ കിരുദ്വേശ്വരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഒരു ക്ലബ്ബിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ക്ലബ്ബാണ്. ഇന്ന് രാവിലെ നമ്മൾ വന്ന മന്ദിറിൻ്റെ പുറത്ത് തന്നെയാണ് ഈ ക്ലബ്ബ് സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഇവിടുത്തെ നല്ല കുറേ ചേട്ടന്മാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെയൊക്കെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ഈ കിരുദ്വേശ്വരി എന്ന് പറഞ്ഞാൽ ടൂറിസത്തിനകത്ത്, ഇന്ത്യൻ ടൂറിസത്തിനകത്ത് ഫസ്റ്റ് ഒരു നല്ല ടൂറിസം പ്ലേസ് ആയിട്ട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെയുള്ള ചേട്ടന്മാരെയൊക്കെ എല്ലാവരെയും ഒന്ന് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഞാൻ സുജോയ് ദാസ്. അപ്പോൾ സുജോയ് ദാസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാപ്പി എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഞാൻ അജയ്. അതുപോലെ തന്നെ ഇത് പ്രേംനാഥ് ഘോഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ചേട്ടനുണ്ട് ക്രാന്തി എന്ന് പറഞ്ഞ ചേട്ടൻ. കൗസിക് പ്രവീർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് കുറേ ഉപകാരങ്ങൾ ചെയ്തു തന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി യാത്രയിൽ ആവശ്യമുള്ള കുറേ റൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ എന്തായാലും
ഇവിടെ എത്തിയാലും ഇവരെയൊക്കെ പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടൂസനെ ഇവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ നേരെ അച്ഛൻ്റെ വീട്ടിൽ പോകുന്നു. ഇനി നാളെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ മറ്റന്നാൾ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ വൈകിട്ടത്തെ പാലെല്ലാം കറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി കുടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കണമെന്ന് ചേട്ടൻ. അപ്പോൾ ആ ചേട്ടനൊപ്പം ഞാനും ഇപ്പോൾ പോയിട്ട് രാവിലെ കൊടുത്ത് അവിടെ തന്നെ പോയി പാലൊക്കെ കൊടുത്ത് അവിടെ അളവൊക്കെ എഴുതി വെച്ചിട്ട് വേണം തിരിച്ച് വരാൻ. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പോൾ എൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് തന്നെ വിചാരിക്കണം. ഇനിയും ഇതിനും നല്ല കുറേ വില്ലേജുകളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള നല്ല കുറേ കാഴ്ചകൾ പറഞ്ഞുള്ള വീഡിയോകൾ തന്നെ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നതും. അപ്പോൾ മറക്കാണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ എനിക്കും വളരെ നല്ല ഉപകാരം തന്നെയായിരുന്നു. നമ്മളിനി പോകാൻ പോകണമെന്ന് പറഞ്ഞാലും ഡാർജിലിംഗ്, അവിടെ നിന്ന് സിക്കിം പോയിട്ടായിരിക്കുള്ളൂ നേപ്പാളിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോഴേക്കും മിഷനിൽ ചെക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ സാമ്പിൾ ചെക്ക് ചെയ്യണത് സാമ്പിൾ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ആ മിഷനിൽ വെക്കും. কত 910 2 কেজি? 2 কেজি 910 কাঁচা, 810 পাকা। কি বলছো রে? എന്നിട്ട് ആ മെഷീനിൽ നിന്ന് എടുത്ത് ഇപ്പുറത്തെ മെഷീനിൽ വെച്ചിട്ട് അനലൈസിങ് നടക്കണ്ടവിടെ. അപ്പോൾ ഒരു 15 സെക്കൻഡ് സമയം കഴിയാൻ അവിടെ അതിൻ്റെ ഫാറ്റും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും.